ഇറാൻ യുദ്ധം ഒരു പക്ഷേ ട്രംപിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയോ, ഇറാൻ ജയിച്ചോ, അതോ അറബ് രാജ്യങ്ങൾ ജയിച്ചോ എന്നുള്ളത് ഇപ്പോഴും സാധാരണ ജനങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, വ്യാപക പ്രത്യാഘാതങ്ങൾ ആ യുദ്ധം രാഷ്ട്രങ്ങളുടെ മേലെ സൃഷ്ടിച്ചിരുന്നു. പ്രത്യേകമായിട്ട് അറബ് രാജ്യങ്ങൾ. അവിടെ ഇനി എന്ത് സംഭവിക്കും, ആരൊക്കെ ഏതൊക്കെ ചേരിയിലാണ്, എത്ര ചേരികൾ നിലനിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനും ഇതിനു മുന്ന് ചർച്ച ചെയ്യുന്നത്. മിഥുൻ, അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് എന്നും വളരെയധികം സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് അറബ് രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ താങ്കൾ എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം? പേർഷ്യൻ ഗൾഫിൽ നിന്ന് എത്രയും വേഗം പിന്മാറാനാണ് ട്രംപിന്റെ ലക്ഷ്യം. ഓക്കെ, പക്ഷെ ഇറാൻ അതിന് വഴങ്ങുന്നില്ല. ഓരോ ദിവസവും നമ്മൾ കാണുന്ന പുതിയ സംഘർഷങ്ങളാണ്. എണ്ണ ടാങ്കറുകളാക്കി ഇന്ന് ഇന്ത്യൻ നാവികൻ അല്ലെ മരിച്ചിരിക്കുകയാണ് അല്ലെ പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഭിന്നത വരുന്നു. മിഡിൽ ഈസ്റ്റ് വീണ്ടും അസ്ഥിരതയിലേക്ക് പോവുകയാണ്. ഓക്കെ, മനസ്സിലാക്കണം. സൗദിയും UAEയും തമ്മിൽ ഒരേ നിലപാടല്ല. ഓക്കെ, ഖത്തറും ഇറാനുമായി അടുക്കുന്നു, US ഇസ്രായേലും പിന്നെ UAEയും കൂടുതൽ അടുക്കുന്നു. അങ്ങനെ ഇറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഗൾഫ് രാജ്യങ്ങളുടെ ഐക്യം തകർക്കുക. ഓക്കെ, അതിൽ അവർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയുന്ന ഓരോ ദിവസം കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കി വിഭവിക്കുകയാണ്. ദിവസം ട്രംപ് ഒരു രാവിലെ വിളിച്ചു പറയുന്നു യുദ്ധം തീർന്നു എന്ന് പറയുന്നു. അത് കണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും. അതിനുശേഷം ഇറാൻ വിളിച്ചുകൊണ്ട് ഇറാൻ വീണ്ടും പറയുകയാണ് ഇല്ല, മാർക്കറ്റ് താഴേക്ക് പോകുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഇത് മാത്രമല്ല, നമ്മുടെ ശ്രദ്ധയിൽ പോകുന്നത് ഈ ഒരു സംഭവം മാത്രമാണ്. ട്രംപ് പറയുന്നു, അതിന് പുറമെ ഇറാൻ പറയുന്നു. പക്ഷേ വലിയ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകെ നടക്കുക, വലിയ അധ്യായം അതിന് പുറകെ നടക്കുന്നുണ്ട്. ഏറ്റവും വലുതെന്ന് പറയുന്നത് കഴിഞ്ഞ 29 മറ്റുമാണ് ഒപെക്ക് നിന്ന് UAEയുടെ പിന്മാറ്റം. ഓക്കെ, അതായത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് ഒരു മാസം തികയുന്നതിന് മുമ്പ് ഓക്കെ ഒരു വലിയ എന്താ പറയുക അവരങ്ങ് പിന്മാറാൻ പോവുകയാണ്. അതിന് തൊട്ടടുത്ത ദിവസമാണ് അവരുടെ ഫുജേറെ എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം. ശരിയല്ല, ഒറ്റ ദിവസം. അതായത് ഇറാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ തിരിച്ചടിക്കും. UAE പിന്മാറി ഒപെക്കിൽ ഇറാൻ തിരിച്ചടിക്കുന്നു. ഇതൊരു സാധാരണ സംഭവമല്ല. ഓക്കെ, അബുദാബിയിലെ എണ്ണപ്പാടത്ത് നിന്ന് നേരിട്ട് ബന്ധിപ്പിക്കുന്ന പ്രധാന ക്രൂഡ് ഓയിലാണ് ഫുജേറ സംഭരണ കേന്ദ്രമാണ്. അതായത് UAEയുടെ എണ്ണ പുറത്തെത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു കേന്ദ്രമാണിത്. ഓക്കെ, അതിനെയാണ് ആക്രമിച്ചിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ എന്തു ചെയ്താലും ഞങ്ങൾ തിരിച്ചടിക്കുന്ന അതായത് ഗൾഫ് ദേശങ്ങളിൽ ഐക്യമില്ലാതായിരിക്കുകയാണ്. ഓക്കെ, അതുമാത്രമല്ല എണ്ണ ടാങ്കറുകൾ ആക്രമണം അങ്ങനെ കാര്യങ്ങളൊക്കെ. അതായത് UAE ഒപെക്ക് നിന്ന് പിന്മാറിയിരിക്കുന്നത് സൗദിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അപ്പോൾ സൗദി എന്താ ചെയ്തത്, സൗദി അമേരിക്കയുടെ ഈ ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, അതിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അല്ല, നമ്മൾ കാണാമല്ലോ അല്ലേ, അവിടെ ടാങ്കറുകൾക്ക് വരാൻ സാധിക്കില്ല, അവരൊരു വിമാനം പാകം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം സൗദിക്ക് മനസ്സിലായിരിക്കുകയാണ് ഇത് എന്താ പറയുന്നത്, ഇത് അമേരിക്കയുടെ കളിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ. ഇത് യുദ്ധം മറ്റൊരു സത്യം പുറത്തു കൊണ്ടുവരികയാണ്. ഗൾഫ് ദശങ്ങൾ ഒറ്റ ബ്ലോക്കായിട്ടല്ല നിൽക്കാൻ പോകുന്നത്. കാരണം പരസ്പരം ഐക്യത്തിന് പകരം പല ഭിന്നതകളും വ്യത്യസ്ത താല്പര്യങ്ങളുമാണ്. വ്യക്തിപരമായ അഭിപ്രായം ശരിയാണോ? ഏകദേശം അങ്ങനെ ഉണ്ടോ? ഞാൻ ഇതിനെ ഈ കഥ പറയുന്ന എനിക്കൊരു കുറച്ച് സമയം കിട്ടണം. ഏകദേശം ഒരു 3-4 വർഷം മുമ്പ് പിന്നോട്ട് ഞാൻ ഇതിനെ കൊണ്ടുപോവുകയാണ്. അന്ന് ഈ ജോ ബൈഡൻ അടക്കം G20 ഇന്ത്യയിൽ നടക്കുന്ന കാലയളവില് അവരൊരു തീരുമാനമെടുത്തു, ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് വന്നിട്ട് അത് അറബ് രാജ്യങ്ങൾ, ഇസ്രായേൽ വഴി അറബ് രാജ്യങ്ങളിൽ കപ്പലും ട്രെയിനും ബൈ റോഡൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിനുള്ള വികസന പദ്ധതികൾ, അതായത് സൗദി അറേബ്യ അറബ് രാജ്യം ടച്ച് ചെയ്ത അറബ് ലോകങ്ങൾ വഴി അവിടെ നിന്ന് യൂറോപ്പിലേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു ആ G20 എടുത്ത തീരുമാനം. അത് വലിയൊരു എതിർചേരിക്ക് ഉണ്ടാക്കും. അത് എതിർചേരി എന്ന് പറഞ്ഞാൽ റഷ്യ, ചൈന, ഇറാൻ, ഈ 3 രാജ്യങ്ങൾ അതിൽ ഭാഗമല്ല. തന്നെയല്ല, ഇത് കൂടുതൽ സാമ്പത്തികമായിട്ട് ഈ ഉൾപ്പെട്ടിരിക്കുന്ന ഇസ്രായേല്, ഇന്ത്യ, അറബ് രാജ്യങ്ങൾ, യൂറോപ്പിന് വലിയ ഗുണം ചെയ്യുന്ന രീതിയിലായിരുന്നു ആ ഒരു ഇത്. അതിന്റെ ഫലപ്രദമായിട്ടാണ് ഇത് ഒക്ടോബർ 3, 2023 ഒക്ടോബർ 7, 2023 ആ ഒരു ഇസ്രായേലിനെ കയറി ഇറാൻ അടിച്ചത്. ഇറാനല്ല, മറ്റ് ഹമാസ് അടിച്ചത്. അതിനു വേണ്ടിയിട്ടാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിന്റെ തിരിച്ചടി എന്നോണം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറാൻ സക്സസ്ഫുൾ ആയിട്ട് ഇതിനെ ഛിന്നഭിന്നമാക്കിയോ എന്നാണ് നമ്മൾ സംശയം. ഈ ഒരു ഐക്യത്തെ, അറബ് രാജ്യങ്ങൾ, ഇന്ത്യ, ഇസ്രയേൽ എന്ന ഐക്യത്തെ ഛിന്നഭിന്നമാക്കി എന്നുള്ളതാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത്.
പിന്നീട് അവിടെ നിന്നും വരുമ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ഘടകം എന്ന് പറഞ്ഞത് ഇവര് സൗദി 1300, ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിരുന്നു, 1300 കിലോമീറ്റർ ദമാമിൽ നിന്ന് ജിദ്ദയിലേക്ക് ബൈ റോഡ് ഒരു റോഡ് വെട്ടി. അത് എന്തിനു വേണ്ടി എന്നിട്ട് ഹോർമൂസ് കടലിടുക്കിനെ ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടി. വലിയ മാറ്റമാണ് സൗദിയുടെ എണ്ണ വിൽക്കുന്നതിൽ. കാരണം അവർ നേരെ ഈസ്റ്റ് കോസ്റ്റ് ആയ ദമാമിൽ നിന്ന് വെസ്റ്റ് കോസ്റ്റ് ആയ സൗദി അറേബ്യനെ നെടുകെ കൊണ്ടുവന്ന് 1300 കിലോമീറ്ററിൽ ജിദ്ദയിലെ ഇസ്ലാമിക് പോർട്ടിൽ കൊണ്ടെത്തിക്കും. അവിടെ നിന്നും യൂറോപ്പിലേക്കും പോവാം, റെഡ് സീ മെഡിറ്ററേനിയനിൽ നിന്ന് അറബൻ പിന്നെ റെഡ് സീയിലേക്കും പോവാം. അതേ റോഡ് പാതയിൽ ഒരു പൈപ്പ് ലൈൻ ഇട്ടു ഈ സൗദി അറേബ്യ. അപ്പൊ ദമാമിൽ കിടക്കുന്ന എണ്ണ ഇപ്പുറത്തെ കൂടെ ഹോർമൂസ് കടലിടുക്കി കൂടെ കൊണ്ടുപോയി ചൈനയ്ക്ക് വെക്കുന്നതിന് പകരം ജിദ്ദയിൽ കൊണ്ടുവന്ന് അതേ ദിവസങ്ങൾക്ക് മാറ്റി ആ കപ്പലിൽ കൊണ്ട് 9 പോർട്ടുകൾ 9 പോർട്ട് ശൃംഖല ഉണ്ടാക്കി. ചൈനയുടെ 3 പോർട്ടിൽ എത്തിക്കുന്നു, ജപ്പാന്റെ 3 പോർട്ടിൽ എത്തിക്കുന്നു. അപ്പൊ അവരുടെ എണ്ണയുടെ പ്രശ്നം അവിടെ തീരുകയാണ്. അപ്പൊ അത് നേരെ വടക്കോട്ട് വിട്ടാല് യൂറോപ്പിലേക്ക് സൂയിസ് കനാൽ വഴി യൂറോപ്പിലെത്തുന്നു, UK വരെ എത്തുന്നു. ഇനി ഇതിൽ വേറൊരു ഘടകം ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച ഫുജൈറയിൽ വന്നടിക്കാനുള്ള കാരണം, ഈ താങ്കൾ പറഞ്ഞ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ആഡ്നോക് എന്ന് പറഞ്ഞത്. അപ്പൊ UAE ഇതിന് ബദലായിട്ട് ഹോർമൂസിന് ബദലായിട്ട് അവരുടെ നേരെ റാസൽ കൈമ വഴി ഫുജൈറയിൽ ഡയറക്ട് സീ ആണ്, ഓപ്പൺ സീയിലേക്ക് ഒരു ലൈൻ വലിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? ഹോർമൂസ് കടലിടുക്ക് പ്രാധാന്യം ഇല്ലാതെയായി. ആ പ്രാധാന്യം ഇല്ലാതാകുന്ന ഇറാൻ സംഭവിച്ചത് ഈ ഹോർമൂസ് കടലിടുക്ക് വെച്ചിട്ട് വില പേശി നേടാം എന്നുള്ളതായിരുന്നു ഇറാന്റെ ഒരു ചിന്താഗതി. അവിടെ അടി കിട്ടിയപ്പോഴാണ് ഫുജൈറയിൽ വന്ന് അവർ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അടിച്ചത്. ഇപ്പോഴത്തെ നമ്മളിപ്പോ ഇന്നലെ മിഞ്ഞാന്നായിട്ട് കേട്ടത് UAE പോലും ഈ അടിയിൽ ഇടപെട്ടിട്ടുണ്ട്, ഇറാനെ തിരിച്ചടിക്കുന്നതിൽ അവിടെ ബോംബ് ഇടയിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ്. പിന്നെ താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ ഇപ്പൊ പറഞ്ഞ ഈ അറബ് രാജ്യങ്ങളിൽ ഇത് കഷ്ടങ്ങളായി ഒന്നുള്ള താങ്കൾ പ്രതിപാദിച്ചു. ആ വിഷയത്തെ കുറിച്ച് താങ്കൾ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്താല് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലതാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ സൗദി അറേബ്യക്കെതിരെയും ഇതിനു മുമ്പും ഇറാന്റെ ഭാഗത്തുള്ള പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മറ്റേ ഹൂതികളുടെ ഭാഗത്തുള്ള അന്ന് ആ സമയത്ത് അമേരിക്കൻ റെസ്പോൺസും അമേരിക്കൻ ബേസും ഉണ്ടല്ലോ അവിടെ. അമേരിക്കൻ ബേസ് അവിടെ ഇരിക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ്, അത് ഈ പറയുന്ന രാജാക്കന്മാർക്ക് വേണ്ടിയുള്ളതല്ല. അപ്പൊ അന്ന് ട്രംപ് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ഈ ആക്രമണം അമേരിക്കക്കെതിരെയുള്ള ആക്രമണമല്ല, ഇത് സൗദിക്കെതിരെയുള്ള ആക്രമണമാണ് എന്ന് മനസ്സിലാക്കിയ ഈ പറയുന്ന ദേശങ്ങളെല്ലാവരും കൂടി ഇറാനുമായിട്ടുള്ള ഒരു സന്ധി സംഭാഷണം, UAE ഒരു സന്ധി എന്ന് പറയുന്നത് ഞങ്ങളെ അങ്ങോട്ട് ആക്രമിക്കും, നിങ്ങൾ എന്നെ ആക്രമിക്കരുത്. ഖത്തർ എന്ന് പറയുന്നത് വേറെ ആ ബ്ലോക്കിന് ശേഷം ഇവരുമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഒമാനുമായി കൂട്ടുകൂടി ചേർന്നുകൊണ്ട് സൗദി ഇവരുമായിട്ട് ഒരു ബന്ധമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ പറയുന്ന ഇറാനുമായിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ആ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോയിരിക്കുന്നത് ഇപ്പൊ സംഭവിച്ചു വെച്ചാൽ 3 തിരിഞ്ഞിരിക്കുകയാണ് ദേശങ്ങൾ. ഒരു ദേശം എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്ന് ഖത്തർ പറഞ്ഞിരിക്കുകയാണ്. കാരണം ഖത്തറിന്റെ ഇത്രയധികം അടി കിട്ടിയിട്ട് പോലും ഒരു ചെറു വിരൽ പോലും ഖത്തർ അനക്കിയോ? ഖത്തറിലെ ഏറ്റവും എന്താ പറയുക തന്ത്രപ്രധാനമായിട്ടുള്ള അവരുടെ ഗ്യാസ് ഫീൽഡ് ആക്രമിച്ചു അല്ലേ. അതോടൊപ്പം തന്നെ അവിടെ പല റെസ്റ്റോറൻറ്റുകൾ ആക്രമിച്ചിട്ട് പോലും ഖത്തർ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളത് സംഭാഷണത്തിൽ കൂടെ വേണമെങ്കിൽ പറഞ്ഞു തീർക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ യുദ്ധം മുതൽ അവസാനിപ്പിക്കണം, ഈ പ്രദേശത്തെ കൂടുതൽ അസ്ഥിരമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഗുണം ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഖത്തറിന്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഇസ്രായേൽ യുദ്ധത്തിലൂടെ മിഡിൽ ഈസ്റ്റിന്റെ ഏറ്റവും ശക്തമായ രാജ്യമാവാൻ പോവുകയാണെന്നാണ് ആര് ചിന്തിക്കാൻ പോകുന്നത്? ഖത്തർ പറയാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഖത്തർ ആക്രമണം അപലപിച്ചെങ്കിലും ഇറാനെതിരെ തുറന്ന് പോകാൻ തയ്യാറാവുന്നില്ല. ഓക്കെ, അതായത് ഗൾഫ് രാജ്യങ്ങൾ ശത്രുവല്ല എന്ന് പറഞ്ഞു. പക്ഷേ UAEയുടെ സമീപനം എങ്ങനെയായിരുന്നു? UAEയുടെ സമീപനം എന്ന് പറഞ്ഞാൽ അടിച്ചൊതുക്കുക, കണ്ടെയ്ൻമെന്റ്. അതായത് അബുദാബിയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇറാൻ ഈസ് എ ത്രെറ്റ്, അടിച്ചൊതുക്കുക. അതായത് അവർ പറഞ്ഞു വാഷിങ്ടണിലെ അമേരിക്കയിലേക്കുള്ള UAEയുടെ അംബാസഡർ പറയുന്നത് സാധാരണ സീസ് ഫയർ പോരാ, ഇറാന്റെ ഭീഷണികൾക്ക് എല്ലാം ഒരു പരിഹാരം വേണം. അതാണ് അബുദാബിയുടെ, ഇറാനെ കണ്ടെയ്ൻ ചെയ്യുക. പക്ഷെ ഇതിന്റെ സൗദി അറേബ്യ എന്താ പറയുക 3ാമത്തെ വഴി തിരഞ്ഞെടുത്തു. അതായത് സൗദി പൊതുവിൽ ഒരു പക്ഷത്തേക്കും ഇല്ല, ഇറാന്റെ പക്ഷത്തേക്കും ഇല്ല, അമേരിക്കയുടെ പക്ഷത്തും ഇല്ല, ഇറാനെ പൂർണ്ണമായി വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് സൗദി സ്വന്തം സുരക്ഷാ ശൃംഖല ഉണ്ടാക്കാനാണ് സൗദി മുന്നോട്ട്. അതായത് പാകിസ്ഥാനെ വിളിച്ച് ഓർമ്മയില്ലേ, പാകിസ്ഥാനെ കൊണ്ടുവന്നു, പിന്നെ ചൈനയുമായിട്ടുള്ള ബന്ധം തീരുമാനിച്ചു. അപ്പൊ അതായത് ഈ പറയുന്ന സൗദി 3 ദേശങ്ങൾ, ഒരു ദേശം പരസ്യം അംഗീകരിക്കുന്നു, മറ്റാര് വേണ്ടാന്ന് പറയുന്നു, സൗദി എന്ത് പറയുന്നു, രണ്ടുപേരും കൊള്ളാമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നത് അതുകൊണ്ടാണ് അമേരിക്ക പിന്മാറാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവിടെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെ ബേസ് ഉണ്ടാക്കും എന്ന് വിശ്വസിച്ചു. ബേസിന്റെ ജിയോ കോർഡിനേറ്റ്സുകൾ മുഴുവൻ കൊടുത്തിരിക്കുന്ന ആരാണ്?
ഈ രാജ്യങ്ങളെ ഈ രാജ്യങ്ങളാണ് ജിയോ കോർഡിനേറ്റ്സും എയർക്രാഫ്റ്റിൽ നിന്നത്. അപ്പൊ അതുകൊണ്ട് ട്രംപ് പറയുക, നിങ്ങൾ അങ്ങനെ പരിപാടി നിങ്ങൾക്കൊരു പണി തിരിച്ചിരിക്കട്ടെ. അതായത് ഈ യുദ്ധം എണ്ണ പ്രതിസന്ധിയല്ല സൃഷ്ടിക്കാൻ പോകുന്നത്, അറബ് ദേശങ്ങളുടെ ഐക്യം തകർത്തിരിക്കുകയാണ്. ഓക്കെ, UAE ഒപ്പേക്ക് എന്നുള്ള പിന്മാറ്റം അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയ സൗദിയാണ് പല കൂത്തുതിരിപ്പും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സാറിന് പിടികിട്ടിയോ? ഇത് മലയാളികൾക്ക് ഇത് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആക്കും. പറ സാറോ. അല്ല, താങ്കൾ പറഞ്ഞതിനെ കുറച്ച് എനിക്ക് ചരിത്രത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. നമുക്ക് സമയം 10 മിനിറ്റ് ആയിട്ടോ. 10 മിനിറ്റ് നമ്മുടെ പ്രേക്ഷകർ കാണും. അപ്പൊ 90കളുടെ തുടക്കത്തിൽ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം നടക്കുന്ന സമയത്ത് സദാം ഹുസൈൻ ആണെന്ന്. സദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചെടുക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ മോഹം അറബ് ലോകം മൊത്തം പിടിച്ചെടുക്കാം. അപ്പൊ പിന്നത്തെ കുവൈറ്റിനോട് അതിർത്തി കിടക്കുന്ന സൗദി അറേബ്യ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മോഹം. അന്ന് ഈ പറഞ്ഞ ടെക്നോളജികളും ഈ പറഞ്ഞ സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ, വേറെ ആരുടെയും കിട്ടിയിട്ടില്ല. അന്ന് സൗദി രാജാവിനോട് ഡിക് ചീനി, അദ്ദേഹം മരിച്ചുപോയി, ജോർജ് അപ്പൻ ബുഷിന്റെ കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്, മകൻ ബുഷ് അല്ല, അപ്പൻ ബുഷിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഡിഫൻസ് വൈസ് എന്തോ ഒരു സ്ഥാനത്തായിരുന്നു. ഈ ഡിക് ചീനി ചെന്നിട്ട് സൗദി രാജാവിനോട് പറയുന്നത്, സാറ്റലൈറ്റ് ഇമേജസ് കണ്ട, സദാം ഹുസൈൻ നിങ്ങളുടെ രാജ്യം പിടിച്ചടക്കാൻ പോവാണ്, ഞങ്ങൾക്ക് വേണമെങ്കിൽ ബേസ് തരാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ബേസ് തുടങ്ങുന്നത്. സദാം ഹുസൈൻ വരുന്ന സമയത്ത് സൗദി അന്ന്, കാരണം അവരുടെ മക്ക മദീന അവിടെ ഇരിക്കുകയാണ്. അമേരിക്കൻ സേന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സകല സാധനം ഒന്നും ഇടാണ്ട് പെണ്ണുങ്ങൾ അവിടെ നടക്കും. അറബ് മദാമ്മമാര് തുണിയിലാണ്ട് നടക്കുന്ന സ്ഥിതി, തുണിയിലാണ്ടല്ല, അങ്ങനെയല്ല, മറ്റേ തലയൊന്നും മറക്കാണ്ട് നടക്കും. ചാക്കിൽ പോയാണെന്ന് അവർ സമ്മതിക്കില്ല. തന്നെയല്ല അവിടെ നല്ല ബേക്കൺ പോർക്കൊക്കെ വെക്കും. അപ്പോ ഇത് പറഞ്ഞിട്ടാണ് ഡിക് ചീനി അവിടെ കൊണ്ടുവന്ന് ബേസ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. സൗദി മാറി ആ ബേസ് ഇട്ടോടുകൂടി അതോടുകൂടി ഇത്ര നാൾ 1400 വർഷം മുമ്പത്തെ ആ പാരമ്പര്യം വിട്ടിട്ട് അവര് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നു. ഇപ്പൊ MBCയിൽ എത്തി നിൽക്കണം. അപ്പൊ ഇതാണ് അവിടുത്തെ ബേസുകൾ. താങ്കൾ പറഞ്ഞത് ആ ബേസുകൾ അവരുടെ ഗുണത്തിനല്ല, പൈസ കൊടുത്ത് അവർ സെക്യൂരിറ്റി ഗാർഡിന് വെച്ചേക്കുന്നതാണെന്നാണ്. ആരോട് പറയുന്നു? അത് ആ അലൈൻമെന്റ് വിക്ടർമായി അത് 92 അലൈൻമെന്റ് മാറി. ഇത് ട്രംപിന്റെ കാലഘട്ടമായപ്പോ അലൈൻമെന്റ് മാറി. അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ബേസ് ഉണ്ട്. ഇപ്പൊ ഖത്തറിലാണെങ്കിൽ അൽ ഉദൈദ് ഉണ്ട്, കുവൈറ്റിലാണെങ്കിൽ ആരിഫ് ജാൻ ഉണ്ട്. നമ്മളതിനെ അധികം നീട്ടാൻ ഉദ്ദേശിക്കില്ല, പക്ഷെ അൽ ദഫ്ര ഉണ്ട്. അങ്ങനെ ബേസുകൾ എല്ലായിടത്തും ഉണ്ട്. സൗദിയിലുണ്ട് 3-4 ഇഷ്ടംപോലെ ബേസുകൾ. അപ്പൊ നമ്മൾ ഇതിനെ ചുരുക്കി കൊണ്ടുവരുമ്പോ നമ്മ പറയുന്നത്, അവിടെ അമേരിക്ക ഈ രാജാക്കന്മാരെ തട്ടി മാറ്റി കയറിയിരിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വരിയിൽ നിൽക്കുന്നുണ്ട് ഈ സ്ഥാനത്തെത്താൻ. സദാം ഹുസൈൻമാരായിട്ടും അറബ് ലോകത്തെ പിടിച്ചെടുക്കാൻ ഇറാനും നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആകത്തുക എന്ന മാതിരി ഈ ബേസുകളെ കൊണ്ട് അവർക്കും ഗുണമുണ്ട്. അതല്ലാണ്ട് അമേരിക്കയ്ക്കും രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണ് ഈ ബേസുകൾ അവിടെ വെച്ചുകൊണ്ട് മറ്റവർക്ക് സുരക്ഷ കിട്ടുന്നു. അവരുടെ കസേര പോലും അവരുടെ നയതന്ത്രമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സെക്യൂരിറ്റിയും അവരുടെ സെക്യൂരിറ്റി ഗാർഡാണ്. തന്നെയല്ല അവരുടെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ പോലും നോക്കുന്നത് അമേരിക്കൻ സെക്യൂരിറ്റിയാണ്. അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ ഇതുകള്. അപ്പൊ മലയാളികൾക്ക് ശുഭകരമല്ല എന്ന് പറയാൻ. 40 ലക്ഷം മലയാളികൾ ഒരു പക്ഷേ ഒത്തിരി പണത്തിന്റെ ഇതില് ഇത് വന്നേക്കാം. ഓക്കെ.